ഈശംശിയായ സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ മാസം ക്രിസ്മസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ. ഉണ്ണീശോ നമ്മുടെ ജീവിതത്തിലും ഭവനത്തിലും ഹൃദയത്തിലൊക്കെ വന്ന് പിറക്കുക, ആ ഉണ്ണീശോയെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുക, ഇതാണ് ക്രിസ്മസിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുക എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്ന കാര്യം. നമുക്കറിയാം, ഉണ്ണീശോ ലോകത്തിൽ വന്ന് പിറന്നപ്പോൾ ഉണ്ണീശോയെ പ്രത്യേകം സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനുമായി ദൈവം തിരഞ്ഞെടുത്തത് യോസേപ്പ് പിതാവിനെയാണ്. അപ്പോൾ തിരുക്കുടുംബത്തിൻ്റെ നാഥനും സംരക്ഷകനും പരിപാലകനുമായി ദൈവം തിരഞ്ഞെടുത്തത് യോസേപ്പ് പിതാവിനെയാണ്. യോസേപ്പ് പിതാവിലൂടെയാണ് പിന്നീട് തിരുക്കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളും ദൈവം നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന ദൈവികമായ വെളിപ്പെടുത്തൽ ലഭിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും മാലാഖമാരോ സ്വർഗീയമായ സാന്നിധ്യമോ വെളിപ്പെടുത്തലുകളോ ഒന്നും പരിശുദ്ധ അമ്മയ്ക്ക് നേരിട്ട് ലഭിക്കുന്നത് വിശുദ്ധ നമ്മൾ കാണുന്നില്ല. എന്നാൽ പിന്നീട് യോസേപ്പ് പിതാവിനെ തിരുക്കുടുംബത്തിൻ്റെ നാഥനും സംരക്ഷകനുമായി ദൈവം തിരഞ്ഞെടുത്തതിന് ശേഷം തിരുക്കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെടുന്നതും നയിക്കുന്നതും വെളിപ്പെടുത്തൽ കൊടുക്കുന്നതും ഒക്കെ യോസേപ്പ് പിതാവിലൂടെയാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദൈവം സ്ഥാപിച്ചതും വിഭാവനം ചെയ്തതുമായ സംവിധാനമാണ് കുടുംബമെന്ന് പറയുക. ഈ കുടുംബത്തിൽ ദൈവം കുടുംബനാഥന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധ അമ്മയും ഈശോയും ആ തിരുക്കുടുംബത്തിൽ ജീവിച്ചപ്പോഴും ദൈവം തിരുക്കുടുംബത്തെ നയിക്കുവാൻ വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുത്തതെല്ലാം യോസേപ്പ് പിതാവിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബനാഥന്മാർ, ദൈവം നിങ്ങളെ ഫലമേൽപ്പിക്കപ്പെട്ട വലിയൊരു ഉത്തരവാദിത്തമാണ് കുടുംബം എന്ന തിരിച്ചറിവിൽ നിങ്ങളുടെ ജീവിത പങ്കാളികളെയും മക്കളെയും വളർത്തുവാനും സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും പരിശ്രമിക്കണം. ഇതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ നയിക്കുവാനും സംരക്ഷിക്കുവാനുമായി ദൈവം തിരഞ്ഞെടുത്ത് തന്നത് നിങ്ങളുടെ കുടുംബനാഥന്മാരെയാണ്, പിതാക്കന്മാരെയാണ് എന്ന ഒരു തിരിച്ചറിവോടെ ജീവിത പങ്കാളികളും മക്കളും നിങ്ങളുടെ കുടുംബനാഥന്മാരെ, പിതാക്കന്മാരെ സ്വീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. കാരണം ദൈവികമായ ഒരു സംവിധാനം എന്ന രീതിയിൽ കുടുംബത്തെ ദൈവം വിഭാവനം ചെയ്തപ്പോൾ കുടുംബനാഥനിലൂടെയാണ് ദൈവം എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുക. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ദൈവചൈതന്യമുള്ള കുടുംബങ്ങളായി മാറുവാൻ യോസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിൻ്റെ നാഥനും പരിപാലകനുമായി തീർന്ന പോലെ കുടുംബനാഥന്മാർ നമ്മുടെ കുടുംബത്തിൻ്റെ പരിപാലകനും സംരക്ഷകരുമൊക്കെയായി ജീവിക്കുവാൻ ഉണ്ണീശോയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.